ഫുൾ ബോഡി കട്ട് വർക്കിലും മൾട്ടി കളറിലെ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലുമാണ് സാരി വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് സെമി സിൽക്ക് ഫാബ്രിക്കിലുമാണ് സാരി വന്നിരിക്കുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു ഐവറി ബേജ് ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഐവറി ടോണും ഒരു ബേജും കൂടി ബ്ലെൻഡഡ് ആണ്. നല്ലൊരു ഷെയ്ഡിലാണ് സാരി. അതിൽ നല്ല സോഫ്റ്റ് കളറിലുമാണ് ഒരു കട്ട് വർക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് സാരിയിൽ. ഒരു സർക്കുലർ പാറ്റേണിലായിരിക്കും ഒരു കട്ട് വർക്ക് പാറ്റേൺ വരുന്നത്. ഡബിൾ സൈഡിലും ഇതേ പാറ്റേൺ തന്നെയായിരിക്കും ഒരു ബോർഡർ വരുന്നത്. കട്ട് വർക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വരിക. അതിൻ്റെ തന്നെ മോട്ടീവ്സ് ആയിരിക്കും എൻ്റയർ ബോഡിയിലും വരുന്നുണ്ട് സാരിയിൽ. എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് സ്കാലപ്പിലായിരിക്കും. രണ്ട് സൈഡും അപ്പറും ലോവറും ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വരുന്നത്. ബോഡിയിലും ഫുൾ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്, മോട്ടീവ്സ് വരുന്നുണ്ട് എൻ്റയർ ബോഡിയിൽ. ഈ ഒരു പാറ്റേണിലാണ് അപ്പറും ലോവറും വരുന്നത്. നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുകയാണെങ്കിലെല്ലാം നല്ലൊരു ലുക്കിലായിരിക്കും സാരി വരുന്നത്. ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരുന്നത്. ബ്ലൗസ് റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. ബ്ലൗസിലും ഫുൾ ഇതേ മോട്ടീവ്സ് തന്നെയാണ്, ഇതേ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബ്ലൗസ് ഫുൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സാരി വീണ്ടും സെയിം അതേ കളർ പാലറ്റ് സെയിം തന്നെയാണ് വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെയും കട്ട് വർക്കിന്റെയും ആ ഒരു ഡിസൈനിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഡിസൈനാണ് വരുന്നത്. ഇതിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വർക്ക് വരുന്നത്. ഇതിന്റെ കട്ട് വർക്ക് വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും കട്ട് വർക്ക് വരിക. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ബോഡിയിൽ അതേ സ്മോൾ എംബ്രോയിഡറി വർക്ക് വിത്ത് സ്കാലപ്പ് ബോർഡർ. വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ കേട്ടോ ഓരോ ഡിസൈനും തമ്മിൽ. ഫുൾ ബോഡിയിലും അതേ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെയായിരിക്കും വരുന്നത് വിത്ത് റണ്ണിങ് പല്ലു. സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ അതേ ബോഡിയിൽ വരുന്ന അതേ വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. സെയിം പാറ്റേൺ തേർഡ് ഡിസൈനാണ് വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേണും കട്ട് വർക്കിലും ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരിക. കട്ട് വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. വീണ്ടും അതേ എംബ്രോയിഡറി വർക്ക്. ആ ഒരു മോട്ടീവ്സ് സെയിം ഫുൾ ബോഡിയിലും വന്നിട്ട് സ്കാലപ്പിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്നത് വിത്ത് റണ്ണിങ് പല്ലു. ഫുൾ വർക്കിലാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു സാരിയാണ്. ഇതിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗണും ഒരു പീക്കോ ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനാണ്. ഒരു കോൾ കോഫി ബ്രൗൺ ഉണ്ടല്ലോ, ആ ബ്രൗണിലായിരിക്കും സാരി വരുന്നത്. അതിൽ ആ ഒരു പീക്കോ ഗ്രീൻ ടോണിലുള്ള സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. അത് കൂടാതെ ബോഡിയിൽ കംപ്ലീറ്റ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസും ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള വർക്കിലും ആയിരിക്കും ബോഡി വരുന്നത്. ഇതായിരിക്കും ആ പാറ്റേൺ വരിക. ബോഡിയിൽ ഈ ഒരു പാറ്റേണിന്റെ ഓഫ് വൈറ്റിലുള്ള ഫ്ലോറൽ ഡിസൈൻസും ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് വർക്കാണ്. നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു സെമി പാർട്ടി വെയർ കാറ്റഗറിയിൽ വരുന്ന സാരിയാണ്. ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് സാരി വരുന്നത്. ഇതായിരിക്കും ആ ഒരു ബോർഡർ വരുന്നത്. ഒരു ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നുണ്ട്. മുന്താണി വീണ്ടും അതേ പാറ്റേണിൽ തന്നെയുള്ള ആ ഒരു ചെയിൻ സ്റ്റിച്ച് വർക്ക് ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസിൽ വരുന്നത് ബോഡിയിൽ. ബ്ലൗസ് സിൽക്കി കോട്ട ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. നല്ല കളേഴ്സിലാണ് എല്ലാ സാരീസും വന്നിരിക്കുന്നത്. ഫസ്റ്റ് കളർ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് സെയിം ടോണിൽ തന്നെ അതേ ബോർഡറിന്റെ അതേ ഡീറ്റെയിലിംഗിൽ ഫുൾ അതേ ആ ഒരു ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവിൽ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് വർക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേണിലെ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. അത് ബാക്ക് പോർഷനിലായിരിക്കും വരുന്നത്. സെൻട്രലായിട്ട് ബാക്ക് പോർഷനിൽ ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ ചെയിൻ സ്റ്റിച്ച് വർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ അക്വ ബ്ലൂ ആണ്. നല്ലൊരു ഓഷ്യൻ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. കളർ പാലറ്റ് സെയിം ആ ഒരു ടോണിൽ വന്നിട്ട് ഫാബ്രിക് സെയിം തന്നെ വരുന്നത്. സിൽക്കി കോട്ട തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഒരു വയലറ്റ് ആണ്. അക്വ ബ്ലൂവും വയലറ്റും കൊണ്ടുള്ള കോമ്പിനേഷനിലാണ് സാരി. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ചെയിൻ സ്റ്റിച്ച് വർക്കിൽ തന്നെ ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ഇതാണ് ആ വർക്കിന്റെ ഡീറ്റെയിലിംഗ്. ഇങ്ങനെ വരും. മുന്താണി ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു വർക്ക് വരുന്നത്. ഒരു പേർപ്പിളും വയലറ്റും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു ബ്ലൗസ് മെറ്റീരിയൽ വരുന്നുണ്ട്. ബ്ലൗസിന്റെയും ആ ഒരു സെന്റർ പോർഷനിലായിരിക്കും ബാക്ക് പോർഷനിലായിട്ടായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. അടുത്ത സാരി നല്ല കളർ പാലറ്റിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു സിൽവർ ഗ്രേ ആണ്, സ്റ്റീൽ ഗ്രേ ആണ് സാരിയുടെ ബോഡി വരുന്നത്. അതിലൊരു ബർഗണ്ടി ബ്ലെൻഡഡ് പേർപ്പിൾ ആണ് കോമ്പിനേഷൻ വരുന്നത്. ആ ഒരു ക്രോഷ്യോ ലേസ് വർക്ക് എല്ലാം വരുന്നത് അതേ ടോണിൽ തന്നെ ആയിരിക്കും. ബോഡിയിൽ ഫുൾ അതേ ഫ്ലോറൽ മോട്ടീവ്സും ചെയിൻ സ്റ്റിച്ചിട്ട് തന്നെ ആയിരിക്കും വരിക. മുന്താണി വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ലാവൻഡർ ആണ്. സാരിയുടെ കളർ വരുന്നത് ലാവൻഡർ. ആ ഒരു ക്രോഷ്യോ ലേസ് വർക്ക് ബോർഡറിന്റെ ഡീറ്റെയിലിംഗ് മെഹന്തി ഗ്രീനിലാണ് വരുന്നത് സാരി. സെയിം സ്റ്റൈലിൽ തന്നെ സോഫ്റ്റ് സിൽക്കി കോട്ട, ഫുൾ ബോഡി ചെയിൻ സ്റ്റിച്ച് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്, ബ്ലൗസ്.
നെക്സ്റ്റ് കളർ പൗഡർ ബ്ലൂവും നല്ലൊരു ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ സോഫ്റ്റ് സിൽക്കി കോട്ട വിത്ത് ആ ഒരു ചെയിൻ സ്റ്റിച്ച് വർക്കിലായിരിക്കും ബോഡിയും പല്ലുവും വരുന്നത്. ബ്ലൗസ്. നെക്സ്റ്റ് സാരി പാറ്റേൺ മാറിയിട്ടുണ്ട്. സിൽക്കി കോട്ട തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. കളർ പാലറ്റ് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സാരിയുടെ കളർ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും സാരി വരുന്നത്. വൈറ്റിൽ ബ്ലാക്ക് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. സിമ്പിൾ മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ഇതിന്റെ ബോർഡറിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഒരു ടെമ്പിൾ പാറ്റേണിലായിരിക്കും ബോർഡറിൽ ത്രെഡ് വർക്ക് വരിക. ഫുൾ സാരിയും സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. ലോവറിൽ കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈൽ വരുന്നുണ്ട്. ലോവർ ഏരിയ വരുമ്പോഴാണ് ആ ഒരു ടെമ്പിൾ പാറ്റേൺസ് വരുന്നത് വിത്ത് റണ്ണിങ് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ്. ഇതും അതേ കളർ തീം തന്നെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിൽ സോഫ്റ്റ് സിൽക്കി കോട്ട തന്നെ ഫാബ്രിക്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ഡിസൈനിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെ. ആ ഒരു ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ഇതിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ്, ഡിസൈൻ മാറിയിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു എംബ്രോയിഡറി വർക്ക് വരിക. ബോർഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഒരു സ്കാലപ്പ് പാറ്റേണിലായിരിക്കും ലോവർ ബോർഡർ വരിക വിത്ത് റണ്ണിങ് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. നമുക്ക് ചേർച്ച് വെയർ ആയിട്ടും ഇപ്പം ഈസ്റ്റർ വരികയാണ്, ആ ഒരു പർപ്പസിനെല്ലാം വളരെ ആപ്റ്റാണ് ഈ സാരീസ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ബ്ലാക്ക് ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല സെയിം ടോണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്.